ഒരു കള്ളൻ്റെ മനസ്സിൽ നിന്ന് ഏത് തരത്തിലുള്ള ചിന്തകളാ വരിക? കള്ളൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകൾ കള്ളത്തരമുള്ള ചിന്തകളായിരിക്കും. കൈക്കൂലിക്കാരൻ്റെ മനസ്സിൽ നിന്ന് ഏത് തരത്തിലുള്ള ചിന്തകളാ വരിക? കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും വരിക. ഒരു കള്ളക്കടത്തുകാരൻ്റെ മനസ്സിൽ ഏത് തരത്തിലുള്ള ചിന്തകളായിരിക്കും വരിക? കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും വരിക. അപ്പം നമ്മൾ ഏത് കർമ്മത്തിൽ ഇടപെടുന്നുവോ ആ കർമ്മത്തിൽ കുറേ കാലം നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് ആ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ആ മനസ്സ്, അയാളുടെ മനസ്സ് ആ കള്ളത്തരമുള്ള കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളെല്ലാം നെഗറ്റീവ് ചിന്തകളായിരിക്കും. അതിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് ആക്ഷൻ, അതായത് ദുഷ്കർമ്മങ്ങൾ.